കുറച്ച് നാളായിട്ടോ, കുറച്ചധികം നാളായിട്ടോ ചിപ്പി വീട്ടിൽ വാങ്ങി ഫ്രൈ ചെയ്തിട്ട് ചിപ്പി എന്നാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് പറയുന്നത്. കല്ലുമ്മക്കായ എന്നൊക്കെ പറയും തോന്നുന്നുണ്ട്, വേറെ എന്തൊക്കെയോ പേരുണ്ട് ഇതിന്. എന്തായാലും ഞങ്ങളിവിടെ ചിപ്പി എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ഞാൻ വിഴിഞ്ഞത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്കാറുണ്ടെന്നല്ലാതെ വീട്ടിൽ വാങ്ങി ഫ്രൈ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ചിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വലിയ ചിപ്പി കേട്ടോ കിട്ടിയത്. അപ്പോൾ കുറച്ച് മേടിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല, കുറച്ച് മേടിച്ചു. ഫ്രൈ ചെയ്യാൻ കണക്കാക്കിയിട്ടോ മേടിച്ചത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ മുളക് പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീരൊക്കെ ഇവിടെ ചേർത്ത് നല്ല അടിപൊളി ഒരു മസാല കൂടെ കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലപോലെ മസാല പുരട്ടി വെച്ച് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു മസാലക്കൂട്ടിൽ ഇങ്ങനെ മീനൊക്കെ വറുക്കുന്നത് വല്ലാത്തൊരു ടേസ്റ്റാട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, അതിന് ഭയങ്കര ഫാൻസാണ് ഇവിടെ. എന്തായാലും അങ്ങനെ നമ്മൾ മസാലയൊക്കെ പുരട്ടി പൊരിച്ചെടുത്തു കേട്ടോ. നല്ല അടിപൊളി ചിപ്പി ഫ്രൈയും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഡിന്നർ കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാളിന് ശേഷം വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. എന്തായാലും മഞ്ഞച്ചോറും പരിപ്പും ചിപ്പി ഫ്രൈയും കൂട്ടി കഴിച്ചു.